അയിനു അയിനു ബേബി അയിനു എങ്ങണ്ടാ പോണ്? അപ്പതേ അയിനു ബേബി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരകുട്ടപ്പനായിട്ട് ഇരിക്കണത് എങ്ങോട്ട് പോകാനാന്ന് വെച്ച് കഴിഞ്ഞാല് അയിനുവിൻ്റെ 40th ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഗോൾഡും വേറെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും 40th ഡേയുടെ അന്ന് തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടെ മഴ ഒക്കെ ആയിട്ട് വെള്ളം നിൽക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പർച്ചേസിങ്ങിന് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാർ എടുത്തിട്ട് അവിടെ ഒന്നും പോകാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. പിന്നെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് എന്തായാലും പർച്ചേസിംഗ് ഒക്കെ കഴിച്ച് അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് സൺഡേ തന്നെ നമ്മൾ പരിപാടി വെക്കാമെന്നുള്ള പ്ലാനിലാണ്. കാരണം ഈ ഒരു വീക്കെൻഡിൽ വെച്ച് കഴിഞ്ഞാലാണ് എല്ലാവർക്കും അതിൽ കൂടാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തായാലും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളത് എന്തായാലും ഡിസൈഡ് ചെയ്ത് സൺഡേ തന്നെ നമുക്ക് പരിപാടി വെക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഗോൾഡ് എടുക്കാനായിട്ട് പോകുന്നത് ലുലുവിലുള്ള മലബാർ ഗോൾഡിലേക്കാണ്. അപ്പോൾ നമ്മളിതേ നേരെ അവിടേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓരോ ഐറ്റംസ് ആയിട്ട് സെലക്ട് ചെയ്യാണ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള. ആദ്യം തന്നെ ഇതേ കാലും ഇടാനുള്ള ഈ ഒരു തള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൈച്ചെയിനാണ് നോക്കുന്നുണ്ടായിരുന്നത്. അതിലാകെ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ലെങ്ത്ത് കൂടുതലുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അത് തന്നെ എടുത്ത്, പിന്നെ നമ്മൾ കഴുത്തിലിടാനുള്ള ചെയിൻ നോക്കിയപ്പോഴാണ് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നെക്സ്റ്റ് നമ്മൾ ബേബിക്കുള്ള വള ഉണ്ടാ നോക്കണത്. അപ്പോൾ വള ഇതേക്കു അയിൻ ബേബിക്ക് ഇട്ട് നോക്കുന്നുണ്ട് അളവറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രയും ചെറിയ സൈസിലുള്ള വളകൾ അധികം ഓപ്ഷൻസ് ഇല്ല, ആകെ 3-4 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കു ഈ ആദ്യത്തേത് കണ്ടപ്പോൾ ഇടിവളയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വള. അപ്പോൾ അതാണ് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ഫൈനലി നമ്മൾ റുവ ബേബിക്ക് ഇതേ ഈ ഒരു ഫ്ലവർ ഡിസൈനിലുള്ള ഒരു കൈച്ചെയിനും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ടൈം അതിനെ മതിയില്ലേ എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കിയിട്ട് കൺഫേം ആക്കിയതിന് ശേഷം ഉണ്ടാ അവിടുന്ന് ഇറങ്ങിയത്. റുവ റുവ എവിടെ? റുവ ബേബി എവിടെ? റുവാൻ്റെ ഡ്രസ്സ് നോക്കട്ടെ, സൂപ്പറാണോന്ന്. റുവാൻ്റെ ഫ്ലവറുള്ള ഡ്രസ്സാണ് നോക്കട്ടെ. വാവ്, ഓ നോ, സുന്ദരിയായിട്ടുണ്ടാ? ഫ്ലവറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ടാ? ഒരു വാക്ക് കടക്കാൻ പറ്റണില്ല. അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ എടുത്ത് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന ടൈമിൽ റുവ ബേബിയൊക്കെ അവിടെ ഫുൾ നടന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ്. അയിൻ ബേബി ഇതേ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ശരിക്കും ഇവിടുന്ന് നെസ്റ്റോയിൽ പോയി അവിടെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ നമ്മൾ ബേബിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ പോയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ലുലു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ടായിരുന്നു. ഐഫോൺ ഓർ സാംസങ് എന്നാലും പറയും എന്താ എൻ്റെ ആഗ്രഹം? സാംസങ് S26 ഓർ S25? ലേറ്റസ്റ്റാ? ആയോ നോക്കി നോക്ക്, തുറന്നു അവിടെ പോയി നോക്കി നോക്കാം. എന്നിട്ട് എന്താ സാംസങ്ങും ആപ്പിളും മാറ്റി ഇപ്പം എന്താക്കി? വിവോ. ഇതാണ് എടുക്കാൻ പോണ സാധനം കേട്ടോ. X300 Pro അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഈ ഒരു സർപ്രൈസ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കണതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക് പെട്ടെന്ന് ഏത് ഫോണാണ് വേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വെറുതെ വാങ്ങൊന്നും ഉണ്ടാവില്ല, വെറുതെ ചോദിക്കണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിരുന്നത്.
പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് ഇത് ശരിക്കുമാണ് എനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളത് തോന്നിയത് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറിക്ക് അന്ന് വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമുക്ക് ഗിഫ്റ്റൊന്നും വാങ്ങിക്കാനുള്ള ഒരു ഇതിലായിരുന്നില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആനിവേഴ്സറി സർപ്രൈസ് ആയിട്ട് എനിക്ക് ഇപ്പോൾ ഇത് ഗിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഒട്ടും തന്നെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ആദ്യം ശരിക്കും എനിക്ക് സാംസങ് അല്ലെങ്കിൽ ഐഫോണിൽ ഏതെങ്കിലും വാങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സജസ്റ്റ് ചെയ്തത്. പിന്നെ അവർ കുറേ ഈ ഫോണിനെ പറ്റിയിട്ട് പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ മൈൻഡ് മാറ്റി. അതുമാത്രമല്ല ഈ ഒരു ഫോൺ വാങ്ങണം എന്ന് മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ക്യാമറ, പിക്ചർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വാങ്ങണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇത് ഫൈനലി എൻ്റെ കയ്യിലെത്തിയത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. തുറന്നോ? മൊത്തത്തിൽ അപ്പം നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ഇയാൾ. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ തന്നെ 2 കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അതുപോരാണ്ട് നമുക്കൊരു ഇയർഫോൺ അവർ ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് തരുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. വെൽക്കം. നമ്മളതിന് ശേഷം പിന്നെ ലുലുവിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഫനാൻ അൽ കറക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഫ്തീരിയയിൽ നിർത്തിയിട്ട് എല്ലാവർക്കും ഓരോ ചായയും പിന്നെ പൊറോട്ട സാൻഡ്വിച്ചും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിക്കനാണ് വാങ്ങിച്ചത്, ഇവർ രണ്ടുപേരും എഗ്ഗാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റുവ ബേബിക്ക് നമ്മളെ നിന്നും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ റുവാക്കൊരു ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടുന്ന് നേരെ പോണത് നെസ്റ്റോയിലേക്കാണ്. ഈ പറഞ്ഞ പോലെ ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ട്. പിന്നെ നമ്മൾ ബേബിയുടെ 40 നടത്തണേന് നമ്മളെല്ലാവരും ഗ്രീൻ കളർ തീമിൽ ഡ്രസ്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഡ്രസ്സ് ഇല്ല. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് വാങ്ങണമെന്നും പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ പർച്ചേസ് കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ ഇവൻ്റെ 2 ഫ്രണ്ട്സിനെയും അവരുടെ വൈഫിനെയും ഒക്കെ കണ്ട് അങ്ങനെ അവരായിട്ടൊക്കെ കുറച്ച് ടൈം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് കേരളയിൽ കയറിയിട്ട് ചിരട് വാങ്ങണമായിരുന്നു കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.